2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വരുന്നത്. ഒരു വലിയ മടങ്ങിവരവ് നമുക്ക് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഫോളോ ചെയ്യണം. കർത്താവ് പറഞ്ഞത് എന്താ? ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, അവർ ശിഷ്യരാക്കുക ചെയ്തത്. നമ്മളിപ്പോൾ സഭയുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ശിഷ്യരാക്കലില്ല. ശിഷ്യരാക്കാൻ ഈ ഉപദേശം പഠിപ്പിക്കണം. അവർ പഠിപ്പിച്ചതുപോലെ ഉപദേശം പഠിക്കണം. മോശയുടെ ഉപദേശം പഠിപ്പിച്ച് ശിഷ്യരാക്കാൻ പറ്റത്തില്ല. മോശയുടെ ശിഷ്യനെ ആകത്തുള്ളൂ. സംശയമില്ല കാര്യത്തിൽ. ഇന്ന് പുതിയ നിയമ വിശ്വാസികൾ നല്ലൊരു ശതമാനം മോശയുടെ ശിഷ്യന്മാരാണ്. മോശ പഠിപ്പിച്ചതും മോശയുടെ പ്രമാണങ്ങളും മോശയുടെ സങ്കീർത്തനങ്ങളും സോളമൻ്റെ പഠിപ്പിക്കുക അതും ഇതുമൊക്കെ പഠിപ്പിച്ച് അവർ ആ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. കോടതിയും കേസും വഴക്കും തമ്മിത്തല്ലുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അത് മാറണം, മാറണം, മാറണം. കുമാരനാശാൻ പറഞ്ഞതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ. പ്രമാണം നമ്മൾ തിരുത്തണം. ദൈവസഭയുടെ ഉപദേശം നമ്മൾ സഭയെ പഠിപ്പിക്കണം. 9:31 പ്രവൃത്തി വായിച്ചാട്ടെ. പ്രവൃത്തി 9:31 വായിച്ചാട്ടെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എപ്പോഴും പറയുന്ന വചനങ്ങളാണേ. ഹല്ലേലൂയ. പ്രവൃത്തി 9:31 എത്ര മനോഹരമായ നിലയിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുക. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയവർദ്ധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ ദേശങ്ങളിൽ അപ്പോസ്തലന്മാരാൽ ഉപദേശം ലഭിച്ചു കൊണ്ടിരുന്ന സഭകൾക്ക് സമാധാനമുണ്ടായി. ഇന്ന് സഭകൾക്ക് സമാധാനമില്ല. കോടതി, കേസ്, വഴക്ക്, വക്കാണം എന്ന് വേണ്ട ഇല്ലാത്ത ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് ചാടി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക സഭകൾ. ഇന്നത്തെ സഭകൾ ICU കിടക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞ്. പ്രമാണം തെറ്റിപ്പോയി സഹോദരങ്ങളെ. അഹ്റോൻ ലീഡർഷിപ്പ് നമ്മുടെ സഭകളിൽ കയറി വന്നു. പ്രമാണം വാങ്ങാൻ മോശ പർവ്വതത്തിൽ പോയപ്പോൾ കുറച്ച് നാളത്തേക്ക് ലീഡർഷിപ്പ് അഹ്റോന് കിട്ടി. അഹ്റോൻ ജനത്തെ കെട്ടടിച്ചു വിട്ടു. ഉപദേശത്തിന്റെ കെട്ടടിച്ചു വിട്ടു. പ്രമാണത്തിന്റെ കെട്ടടിച്ചു വിട്ടു. പരിണിത ഫലം രക്തച്ചൊരിച്ചിലുണ്ടായി. അഹ്റോന്റെ 2 പൊന്നോമന പുത്രന്മാര് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. നാദാബും അബീഹൂബും അഗ്നി വിഴുങ്ങിക്കളയാനിടയായി. എന്താ കാര്യം? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറയുന്നതിൻ്റെ ഗൗരവം ദൈവമക്കൾ മനസ്സിലാക്കുക. കർത്താവ് കൽപ്പിച്ചതൊക്കെയും നമ്മൾ പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണമെന്ന് കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് ഇത് പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ ഉപദേശം പറയാനും, നമുക്ക് തോന്നിയതുപോലെ സഭ നടത്താനും, നമുക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കാനും വ്യവസ്ഥയില്ലെന്ന് ഓർത്തോണം. പിടിവീഴും. ഗൾട്ടാക്കി പിടിവീഴും. കനാൻ ദേശത്തേക്ക് യാത്ര അയക്കാനായിട്ട് പ്രമാണം സ്വത്രം ഏറ്റുവാങ്ങിയ മോശ ജനത്തെ നടത്തിക്കൊണ്ട് പകുതി വഴിയിൽ സംഗതി പുള്ളിയുടെ ചീട്ട് കീറിക്കളഞ്ഞു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? ദൈവവ്യവസ്ഥ തെറ്റിച്ചപ്പോൾ ദൈവം രൂക്ഷമായിട്ട് ഇടപെട്ടു. ഇത് ഈ നിലയിൽ പ്രസംഗിച്ചില്ലെങ്കിൽ ജനം നന്നാകത്തില്ല. സുവിശേഷത്തെ ലൂസാക്കി പ്രസംഗിക്കുക, സുവിശേഷത്തിന് മായം ചേർത്തിരിക്കുക, സുവിശേഷത്തെ കോട്ടിക്കളഞ്ഞിരിക്കുക, സുവിശേഷത്തെ കോട്ടിക്കളഞ്ഞ് കൂട്ടുചേർത്ത് മറിച്ചിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപകടം മണത്തത് കൊണ്ട് പറയുക. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായവർ കൊരിന്ത് സഭയെ ഉപദേശിച്ച് അവരെ പോലെ ആക്കിയെടുത്തു. അതല്ലേ നമുക്ക് വേണ്ടത്? പ്രവൃത്തി 16:4-5 അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകയും ചെയ്തു. സഭകൾ വിശ്വാസത്തിൽ ഉറച്ചു.
സഭയ്ക്ക് ആത്മീയ വർധനവുണ്ടായി, സഭയ്ക്ക് ആത്മീയ വളർച്ചയുണ്ടായി, സഭയ്ക്ക് ആത്മീയ നിറവുണ്ടായി. ഇന്ന് എവിടെ ഇരിക്കുന്നത്? ചുമ്മാ ഷോ കാണിക്കുകയല്ലേ. എവിടെന്നെങ്കിലും ഒരു തട്ടിക്കൂട്ട് പ്രോഗ്രാം കൂട്ടിയെടുത്തോണ്ട് വരും. പെരുമ്പാവൂർ അങ്ങനെ നടന്നെന്ന് പറഞ്ഞിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തും ഒരു വലിയ മെഗാ മീറ്റിംഗ് നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണാവോ? ബോഡി ഓഫ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിൻ്റെ ശരീരം. എന്തുവാ യേശുക്രിസ്തുവിൻ്റെ ശരീരം? സഭ. സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ സഭയ്ക്കൊരു പ്രമാണമില്ലേ? തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിന് അളവിലേക്ക് നടത്തപ്പെടേണ്ട ഒരു പ്രമാണമില്ലേ? ലിഖിതമായൊരു പ്രമാണമില്ലേ? ആ പ്രമാണം എവിടെ അവർ പ്രസംഗിച്ചു? ഞാൻ കുറേ പ്രസംഗമൊക്കെ കേട്ടു. കേട്ടിരിക്കാൻ മനോഹരം, മരം ചാഞ്ഞു വരും, പക്ഷെ ഒരു ഗുണവുമില്ല. എൻ്റെ സഹോദരങ്ങളാണവരെ, ഞാനവരെ വിമർശിക്കുകയല്ല. ഇനി വിമർശിക്കുകയാണെങ്കിൽ വിമർശിക്കുക തന്നെ വെച്ചോ. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ബോഡി ഓഫ് ക്രൈസ്റ്റ് ആവുമോ? വഴിയെ പോകുന്നവനും പിന്നെ കണ്ടവനും അവിടെ ഉള്ളവനും ഇവിടെ ഉള്ളവനും പ്രമാണം ഇല്ലാത്തവനും വ്യവസ്ഥയില്ലാത്തവനും ക്രൂശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നവനും എല്ലാവരും കൂടി ശരീരമാണെന്ന് പറഞ്ഞാൽ നടക്കുമോ? സഹോദരങ്ങളെ, വ്യവസ്ഥ വിട്ട് പോയിക്കൊണ്ടിരിക്കുക, വ്യവസ്ഥ വിട്ട് പോയിക്കൊണ്ടിരിക്കുക, പ്രമാണം വിട്ട് പോയിക്കൊണ്ടിരിക്കുക. സഭ അതിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്ന് വ്യതിചലിച്ച് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ദൈവസഭ നവീകരണം എന്നൊരു പുസ്തകം ഫാസ്റ്റർ സി സി ജോർജ് എഴുതി അതിൽ മനോഹരമായ നിലയിൽ എഴുതി വച്ചിരിക്കുക. സഭ അതിൻ്റെ പാത വിട്ടുപോയി, ഉപദേശം വിട്ടുപോയി, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോയി. അതിർ വിട്ടുപോകുന്ന ഒരുത്തനും ദൈവമില്ലെന്നല്ലേ യാക്കോബ് എഴുതി വെച്ചത്. ദൈവമില്ലാത്തൊരു സമൂഹമായി പെന്തക്കോസ്തുകാർ മാറിയെന്ന് പറഞ്ഞാൽ എത്ര ലജ്ജാവഹം. പണ്ട് ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിലൊരു വാക്യം, പ്രമാണം തെറ്റിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറയുക, മോശേ, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം, എൻ്റെ ജനം എന്ന് പുറപ്പാട് പുസ്തകത്തിൽ എത്ര ഭാഗത്ത് കാണാൻ കഴിയും? പ്രവചന പുസ്തകങ്ങളിൽ എത്ര ഭാഗത്ത് കാണാൻ കഴിയും? അതെല്ലാം മാറ്റി തിരിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ കൊണ്ടുവന്ന നിന്റെ ജനം. എന്താ പറ്റി? പ്രമാണം തെറ്റിച്ചപ്പോൾ ആ ജനത്തെ ദൈവത്തിന് വേണ്ട. പെന്തക്കോ സമൂഹമേ, ഇത് നിങ്ങളൊന്ന് ഗ്രഹിച്ചോണേ. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കുമെന്നുള്ള യാഥാർത്ഥ്യം പെന്തക്കോസുകാരെ ഒന്ന് മനസ്സിലാക്കിക്കോണേ. നമ്മുടെ എല്ലാ കോനാമ്പിച്ചയ്ക്കും സൈൻ ചെയ്തു തരുന്നൊരു ദൈവമല്ല സ്വർഗത്തിലെ ദൈവം ഒന്ന് മനസ്സിലാക്കിക്കോണേ. നമ്മൾ കാണിക്കുന്ന പോഷത്വങ്ങളും വിഡ്ഢിത്തങ്ങളും മൂഢത്വങ്ങളും വ്യവസ്ഥ വിട്ടുള്ള പോക്കുകൾക്ക് കർത്താവ് സൈൻ ചെയ്ത് തരുമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് നാം വരണം. നമ്മുടെ വ്യവസ്ഥയിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ ശ്രമിക്കാതെ ദൈവവചന വ്യവസ്ഥയിലേക്ക് നാം വരിക. ഇതാ കൊരിന്തു സഭ അപ്പോസ്തലന്മാരെ പോലെയായി. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ അപ്പോസ്തലന്മാരുടെ പത്രം ഇപ്പൊ ക്രിസ്തുവിന്റെ പത്രമായി. നിങ്ങൾ വെളിപ്പെടുന്നുമില്ല, അവിടെ മതിയോടിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പത്രം ഇപ്പൊ ക്രിസ്തുവിന്റെ പത്രമായി. കാരണം എന്താ? പഠനം നല്ല ശരിക്ക് കിട്ടി, ഉപദേശങ്ങൾ ശരിക്ക് കിട്ടി. അപ്പോസ്തലന്മാർ സഭയെ അങ്ങോട്ട് പഠിപ്പിച്ച് വന്നപ്പോൾ കൊരിന്തി സഭയ്ക്ക് മനസ്സിലായി, അപ്പോസ്തലന്മാരെ പോലെ ആയാലും പോരാ, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് ഞങ്ങൾ കൂട്ടാളികളാകണം, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകണം, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം പ്രാപിക്കണം എന്നവർക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഇന്ന് എത്ര സഭകൾ ഈ ഉപദേശം പഠിപ്പിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കുക, പാസ്റ്റർമാരോട് ചോദിക്കുക, വിശ്വാസികളോട് ചോദിക്കുക, സംഘടനാ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റുമാരോടും സെക്രട്ടറിമാരോടും വലിയ വമ്പന്മാരോടൊക്കെ ഞാൻ ചോദിക്കുക, നിങ്ങൾ എത്ര സഭകളെ ഈ അവസ്ഥയിലാക്കിയെടുക്കുന്നു? നിങ്ങൾ ഈ വിശ്വാസികളെ ജഡികന്മാരാക്കുകയല്ലേ, ലോകമനുഷ്യരാക്കുകയല്ലേ, ലോകസ്നേഹികളാക്കുകയല്ലേ? നിങ്ങളും ദ്രവ്യാഗ്രഹികൾ, അവരും ദ്രവ്യാഗ്രഹികൾ, നിങ്ങൾ ലോകസ്നേഹികൾ, അവരും ലോകസ്നേഹികൾ, നിങ്ങളും ജഡീകന്മാർ, അവരും ജഡീകന്മാരായി തീരുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ മോശയുടെ പീഠത്തിൽ ഇരുന്നുകൊണ്ട് കളിക്കുകയല്ലേ ചെയ്യുന്നത്? മോശയുടെ പീഠത്തിൽ ഇരുന്നവർ ആരായിരുന്നു? ആരാ? ശാസ്ത്രിമാരും പരീശന്മാരും.
അവർ ജീവിച്ചത് എങ്ങനെയാ? ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച നരകത്തിനാക്കി യോഗ്യനാക്കി തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അത് തന്നെയല്ലേ ഇന്നും നടക്കുന്നത്. രക്ഷിക്കപ്പെടുന്നവരവരുടെ പുറകെ നടക്കും, സ്ഥാനപ്പെടുന്നവരവരുടെ പുറകെ നടക്കും, വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി പൊക്കി അവിടെ കൊണ്ട് നിർത്തി സ്വതരാജ്യം മേടിച്ച് നിന്നുകൊണ്ടിരിക്കുകയല്ലേ. അവരെ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രാചീന അളവിലേക്ക് നടത്തുന്നു, അവർക്ക് ആത്മീയ വളർച്ച കൊടുക്കുന്നു, അവർക്ക് ആത്മീയ വർധനം ഉണ്ടാകുന്നു, അവർക്ക് ആത്മീയ നിറവുണ്ടാകുന്നു, അവർ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ അപ്പോസ്തലന്മാരെ പോലെ അവരായിത്തീരുന്നു, അവർ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഇനി ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അപ്പോസ്തലന്മാരെ പോലെ ജീവിച്ച് അവർ ക്രിസ്തുവിനെ പോലെ ആയില്ലേ? ഇതല്ലേ നമുക്ക് വേണ്ടുന്നത്. IPC-കാരനും ഷാരോനും ചർച്ച ബോർഡുകാരനും രഹബോത്തുകാരനും എല്ലാ പന്തക്കോ സമൂഹങ്ങളും ഇങ്ങനെയല്ലേ ആകേണ്ടത്, അല്ലാതെ മറ്റൊന്നാണോ ആകേണ്ടത്? ഞാൻ ചില ഡിനോമിനേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും ഈ കൊരിന്ത് സഭയിലെ ഈ 1, 2, 3 വാക്യം പോലെ നമ്മൾ ആകണ്ടേ? ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് ശുശ്രൂഷ നിർത്ത്, അവരവർ ചെയ്ത ജോലി ചെയ്യുക, അതാ നല്ലത്. അല്ലെങ്കിൽ കൊടിയ ശിക്ഷ വാങ്ങേണ്ടി വരും. എനിക്കിനിയിപ്പോൾ ഒരു മയവും ഇല്ല മായവും ഇല്ല, തീർത്തങ്ങ് പറയുക. കാരണം കണ്ട് കണ്ട് മടുത്തു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ പോലെയായി ഉപദേശം പഠിച്ച് 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 മുന്നോട്ട് വന്ന് റോമാസഭയ്ക്ക് ഇപ്പോൾ സംഭവിച്ചതുപോലെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, നിങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപം, നിങ്ങൾ പഠിച്ച ഉപദേശ രൂപം, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം, നിങ്ങൾ പഠിച്ച ഉപദേശ രൂപം. സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, സഭ പഠിക്കുന്നില്ല. അപ്പോസ്തലന്മാർ സഭയെ ഉപദേശം പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. എന്തിനാണ് തലപ്പത്ത് കയറിയിരിക്കുന്നത്? ഹല്ലേലൂയ. എൻ്റെ പ്രസംഗം പാസ്റ്റർമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെടണ്ട. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. എനിക്ക് ശാസനയും തർജ്ജനവും വഴക്കും പിണക്കവും ഉള്ള പ്രസംഗങ്ങളാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങളെയൊക്കെ കണക്കിന് ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. അല്ല സോപ്പിട്ട് കൊണ്ടുപോയെങ്കിൽ ഒരു ഗുണവുമില്ലായിരുന്നു. യേശുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എന്താ കേട്ടത്? ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ, ആരെയും ശങ്കയില്ലാത്തവൻ, ആരുടെയും മുഖം നോക്കാത്തവൻ. ഇവിടെ ഇപ്പം നേരായി പഠിപ്പിക്കത്തില്ല, ശങ്കയും മുഖം നോക്കലും പക്ഷപാതവും ഒക്കെ ആയി തീർന്നപ്പോൾ കുട്ടിച്ചോറായില്ലേ സഭ? എന്നിട്ട് ഞങ്ങൾ 50,000 ബ്രാഞ്ചസ് ഉണ്ട്, ഞങ്ങൾ 2 ലക്ഷം ഉണ്ട്, ഞങ്ങൾ 10 ലക്ഷം ഉണ്ട്, ഊറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്തിനു കൊള്ളാം? ഹല്ലേലൂയ. സഭ മടങ്ങി വരട്ടെ. സഭ ബാക്ക് ടു അപ്പോസ്റ്റിൽ ഡോക്ട്രിൻ, അപ്പോസ്തല ഉപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരിക. ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയിൽ പഠിപ്പിക്കുക, പഥ്യവചനം പഥ്യോപദേശം പഠിപ്പിക്കുക. അങ്ങനെ സഭ അപ്പോസ്തലന്മാരെ പോലെ ആകട്ടെ, ശിഷ്യന്മാരെ പോലെ ആകട്ടെ. കുറെ കഴിയുമ്പോൾ പഠിച്ച് അവർ ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മനസ്സും അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം, ഈ 3 അനുഭവം സഭ പ്രാപിക്കണം സ്വർഗത്ത് പോകണമെങ്കിൽ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാത്രമായ എനിക്കും ഇത് വേണം, ഇല്ലെങ്കിൽ എൻ്റെ കാര്യവും പോക്ക. എനിക്ക് ആ ഒരൊറ്റ പേടി എനിക്കുള്ളൂ, വേറെ ഒരു പേടി എനിക്കില്ല. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് വരട്ടെ. സ്തോത്രം. സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തു പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഇനി 1 കൊരിന്ത്യർ 3-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട് ഇപ്പോൾ ഇവിടെ വായിക്കും, ശ്രദ്ധിച്ച് കേട്ടോണേ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. ആരാണ് ഈ കൊരിന്ത് സഭ എന്നൊന്ന് കേൾക്കാം നമുക്ക്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ. ആ ആ ആ ആ അപ്പോൾ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ കൊരിന്ത് സഭ എങ്ങനെയായിരുന്നു? ആത്മികരല്ല, ജഡികന്മാരാണ്, ശിശുക്കളാണ്, ക്രിസ്തുവിൽ ശിശുക്കളാണ്. അടുത്ത ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം ലോകത്തിലെ മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലയോ? അടുത്ത് വായിച്ചോ.
ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. നിങ്ങൾ സാധാരണ മനുഷ്യർ. ഈ പക്ഷം പിടിക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യരായില്ലേ? അപ്പല്ലോസിന്റെ പക്ഷം, പത്രോസിന്റെ പക്ഷം, കേപ്പാടെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, അതുപോലെ ഇന്ന് പാസ്റ്ററിന്റെ പക്ഷം, അമ്മാമ്മയുടെ പക്ഷം, സെക്രട്ടറിയുടെ പക്ഷം, ഖജാൻജിയുടെ പക്ഷം, പ്രസിഡന്റിന്റെ പക്ഷം. ഇതൊക്കെയല്ലേ ഇന്ന് നടക്കുന്നേ? ഞാനൊരിക്കൽ ഒരാളോട് ചോദിച്ചു, അച്ഛാ എന്നാ ഉണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ല, സുഖമായിരിക്കുന്നു. ഏതാ നിങ്ങളുടെ ചർച്ച്? ഞങ്ങൾ ഇന്ന ചർച്ച. എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇന്ന ഒരാളുടെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. തോമസ് ഫിലിപ്പ്, IC ഫിലിപ്പ് എന്തോ ഒരാളുടെ കൂട്ടത്തിൽപ്പെട്ട. ഞാൻ മറ്റൊരു ഞങ്ങളിങ്ങനെ ജോണച്ചാൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്തൊരു വർത്തമാനം ഇത്! ഞങ്ങൾ ജോൺ ഉപദേശിച്ചതേ, ഞങ്ങൾ ഫിലിപ്പ് ഉപദേശിച്ചതേ സെക്ഷനിൽപ്പെട്ടവരാണ്. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷത്തുള്ളവരാണോ? ഓ, വിഷയമായി, ഗുരുവായി, ദേഷ്യമായി പുള്ളിക്ക്. നിങ്ങൾ തോമാസിന്റെ പക്ഷവും യൂതയുടെ പക്ഷവും എന്നുള്ള ഞാൻ ചോദിച്ചത്. നിങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷത്താണോ? കർത്താവിന്റെ മകനാണോ? കർത്താവിന്റെ മകളാണോ? യഥാർത്ഥ ക്രിസ്തുവിന്റെ ശരീരമോ സഭയുടെ അവയവമാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെ പോഷത്വങ്ങളാണ് മനുഷ്യന്റെ തലയിൽ കയറ്റി വെച്ചേക്കുന്നത്. അതിന് പറ്റിയ കുറെ ലീഡർമാരും, അതിന് പറ്റിയ കുറെ എന്താ പറയുക, മേലാളന്മാർ, അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. അവർക്ക് ഡിഗ്രി കാര്യങ്ങളൊക്കെ ഉണ്ട്, എടുത്താൽ പൊങ്ങാത്ത പോലെ ഡിഗ്രികളുണ്ട്, എല്ലാം എഴുതി വെച്ചേക്കുക. വീടുകളിലൊക്കെ ചെന്ന പേരിനേക്കാളും വലിയ ഡിഗ്രിയാണ്. എന്തിനു കൊള്ളാം? ഇവിടെ ശ്രദ്ധിക്കുക ദൈവമക്കളെ, കൊരിന്ത് സഭ ആത്മീയ ശൈശവാവസ്ഥയിൽ കടന്ന് ജഡികന്മാരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ, ലോകസ്നേഹികളെ പോലെ, ദ്രവ്യാഗ്രഹികളെ പോലെ, പക്ക ലോക മനുഷ്യർക്ക് തതുല്യമായി ജീവിച്ചുകൊണ്ടിരുന്ന കൊരിന്ത് സഭയാണ് അപ്പോസ്തലന്മാരെ പോലെ ആയത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായത്. അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി, അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനമില്ലേ? അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കലെന്ന കഠിനാധ്വാനമില്ലേ? ഇന്ന് സഭകളത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? 109 സങ്കീർത്തനം വായിച്ചാൽ എങ്ങനെയാ കർത്താവിൻ്റെ ശിഷ്യനാകുന്നത്? എടുത്തൊന്ന് വായിച്ചോണേ. 109 സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചോണം. അവൻ്റെ സന്തതി മുടിഞ്ഞു പോട്ടെ എന്ന് പറയാം, അവിടം വരെ അങ്ങ് വായിച്ചോണം. അത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയല്ലേ? അത് ദൈവം പൊളിച്ചെഴുതി തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനുള്ള പ്രമാണം തന്നില്ലേ? ഹമാസിൻ്റെ ഹിസ്ബുള്ളുടെ ലീഡർമാർ, അവരുടെ മക്കളൊക്കെ പലരും രക്ഷിക്കപ്പെട്ട് അവർ പറയുന്ന വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ ശത്രുക്കളായിട്ട് കാണണമെന്നാണ്. എന്നാൽ ബൈബിള് ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കാനാണ് അതിലെഴുതി വച്ചേക്കുന്നത്. ഇവിടെ ഒരു പിശാച് എഴുതി വച്ചേക്കുന്നത്, ഒരു ചെകുത്താൻ എഴുതി വച്ചേക്കുന്നത് ഇത് ചെയ്യുക, നമ്മളൊഴികെ ബാക്കി എല്ലാത്തിനെയും കൊല്ലണമെന്ന്. ആ സാത്താൻ്റെ ആത്മാവല്ലേ? അറുക്കാനും മുടിപ്പാനും നശിപ്പിക്കാനും ഇറങ്ങിയിരിക്കുന്ന സാത്താനല്ലേ? ഏത് മഹാനാണെങ്കിലും കൊള്ളാം. കൊല്ലുക എന്നുള്ളത് സാത്താൻ്റെ പ്രവൃത്തിയല്ലേ? ഹല്ലേലൂയ. ജീവനുണ്ടാകാൻ, സമൃദ്ധിയായി ജീവനുണ്ടാകാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് ഒന്ന് മനുഷ്യന് ആത്മീക ജീവൻ തരാനല്ലേ, കൊല്ലാനല്ലല്ലോ. ഈ കൊല്ലുന്ന നിയമം എവിടെ നിന്ന് വന്നു? കമ്മിങ് ഫ്രം ഈവിൾ സ്പിരിറ്റ്, സൈത്താൻ. നമ്മളത് മനസ്സിലാക്കുക. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ പക്ഷം പിടിച്ച് നടന്നവരെ, അതിൻ്റെ 4-ാം വാക്യം വായിക്കുക. ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നും, ഒരുത്തൻ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ, നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസാർ, പൗലോസാർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാർ. അപ്പം നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരാ. വചനം പറയാൻ വേണ്ടി ദൈവം ഞങ്ങളെ ആക്കി വെച്ചിരിക്കും, അത്രേ ഉള്ളൂ. നിന്റെ പ്രസിഡന്റും റവറൻറ്റും ഡോക്ടറും ഇതൊന്നും കാശിന് വിലയിൽ എടുത്ത് ദൂരെ കൊണ്ടേക്കളാ. ഡോക്ടർ കളിക്കാൻ നടക്കുന്നു, റവറൻറ്റ് കളിക്കാൻ നടക്കുന്നു. ഒരു കർത്താവിൻ്റെ എളിയ ദാസൻ എന്ന് എഴുതി പോയി. കൊച്ചിൻ ജ്യോതിഷൊക്കെ പറയുമ്പോൾ എന്താ കർത്താവിൻ്റെ എളിയ ദാസൻ? ഫാദർ CC ജോർജ് കർത്താവിൻ്റെ എളിയ ദാസൻ. ഇപ്പോൾ ഈ എളിയദാസൻ എന്ന് മുമ്പ് എഴുതി വെച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ പറയാ ഡോക്ടർ ഡാഷ് ഡാഷ് ഡാഷ്. ദൈവകൃപ ഒരു തുള്ളി പോലും ഇല്ല. ചവിട്ട് നാടകം നടത്തി, പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഓട്ടം തുള്ളൽ നടത്തുക, സ്റ്റേജിൽ കയറി നിന്ന് പാട്ടും പാടി, പരപരമേശ വരമരമീശ നീ എത്രയൻ
രക്ഷാസ്ഥാനം. ആ പാട്ടെഴുതിയവൻ അങ്ങനെയാണോ പാടിയത്? എന്തൊക്കെ സംഭവിച്ചു പോയി മനുഷ്യനെ. മനുഷ്യന്റെ തലമണ്ടയെ സാത്താൻ കയറി ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ അനേകരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കേണ്ട നാവുകളെയും തലമണ്ടയെയും സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായി മാറി മനുഷ്യൻ. ദൈവമക്കളെ, ലോകം അങ്ങനെയായി തീർന്നിരിക്കുക. യുദ്ധം ചെയ്യുന്നത് ആരാ? ഉപബോധമുള്ളവൻ യുദ്ധം ചെയ്യുമോ? വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം ഞാൻ എടുത്ത് കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം എടുത്താട്ടെ. അതില് 7 തൊട്ടുള്ള വാക്യം വായിക്കാം. വെളിപ്പാട് 20-ന്റെ 7 മുതൽ. 1000 ആണ്ട് കഴിയുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ ഈ വാക്യം. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന്. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. 7-8 വാക്യങ്ങൾ. ദൈവമക്കൾ പെന്തക്കോസ്തുകാരൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ ഈ വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അടിച്ചുവിടും. അടിച്ചുവിട്ടു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാൻ പോണത്? അവൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നുള്ളവരെ, ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഒരു വശീകരണ സ്വഭാവത്തോടുകൂടി സാത്താൻ്റെ ഘോരമായ ഒരു പ്രവൃത്തി യുദ്ധത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കും. ഇന്ന് കാണുന്ന യുദ്ധങ്ങളും അതൊക്കെ തന്നെയല്ലേ എന്നെൻ്റെ ചോദ്യം. യുദ്ധം ചെയ്ത് മനുഷ്യനെ ചോര വീഴ്ത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണോ? അത് അല്ലല്ലോ. മനുഷ്യനെ കൊന്നുമുടിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണോ? അല്ലല്ലോ. ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായ യഹൂദനും ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായ മുസ്ലിം രാജ്യങ്ങളും യുദ്ധം ചെയ്ത് ചോര വീഴ്ത്തുമ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലല്ലോ. ഇത് സാത്താൻ്റെ പ്രവൃത്തിയല്ലേ. ദൈവം സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. ദൈവം സാത്താൻ്റെ കയ്യിലോട്ട് മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അവിടെ കിടന്ന് യുദ്ധം ചെയ്ത് തമ്മിൽ കടിച്ചു കയറി എല്ലാവരും ചാകും. അല്ല എന്താ? അറുപ്പാനും മുടിക്കുവാനും നശിപ്പിക്കുവാനാണ് ദുഷ്ടം വരുന്നത്. വെളിപ്പാട് 20-ന്റെ 7-8 വാക്യങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. അങ്ങനെ യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്നവരെ അവൻ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയനഗരത്തെയും വളയും. എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന ഭവിക്കേണ്ടി വരും. അപ്പോൾ സാത്താനെ അവൻ്റെ കൂട്ടരെല്ലാം കൂടി എന്ത് ചെയ്യുക? ദൈവം തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. സാത്താൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെയും ദൈവം തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. സാത്താൻ്റെ ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർമാരെയും വിശ്വാസികളെയും ദൈവം എന്ത് ചെയ്യും? തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഒരു കുഴപ്പമില്ല. ഞാനങ്ങനെ പറയുന്നേ. നമ്മൾ സാത്താൻ്റെ ആയുധമായിട്ട് നിൽക്കേണ്ടവരല്ല. നമ്മുടെ നാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കേണ്ടതാണ്. നമ്മളെ ദൈവമാണ് ഉപയോഗിക്കേണ്ടത്. പൗലോസ് തിമോഥെയോസിനെ കുറിച്ച് പറയുന്നു, അല്ലയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവരെ. നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, സാത്താൻ്റെ മനുഷ്യനല്ല. ഇന്ന് അനേകർ സാത്താൻ്റെ മനുഷ്യരായി തീർന്നിരിക്കുക. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക, അവൻ്റെ പ്രവൃത്തികളെ വചനത്തിലൂടെ തിരിച്ചറിയുക. ഇല്ലെങ്കിൽ സാത്താൻ്റെ ആയുധങ്ങളായി നമ്മൾ തീർന്നു പോകും. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ ക്രിസ്തുവിൻ പത്രങ്ങളായി നിങ്ങൾ തീർന്നു. അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി, ക്രിസ്തുവിൻ പത്രങ്ങളായി. 1-ാം ലേഖനത്തിൽ തമ്മിൽ തല്ലി വടക്കിക്കൊണ്ടായിരിക്കുന്നവരെ പൗലോസ് ആര്, അപ്പൊല്ലോസ് ആര്, കേഫ ആര്? നിങ്ങൾ വിശ്വസിക്കാനായിട്ട് വചനം പറഞ്ഞവരാ. അപ്പൊല്ലോസ് നനച്ചു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. വളരുമാറാക്കുന്നവനത്രേ. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നവനത്രേ എന്ന് പറഞ്ഞ് പൗലോസ് ആ ഉപദേശം ശക്തിപ്പെടുത്തുകയാണ്.
ഇവിടെ ഇപ്പോൾ നടുന്നവനും നനയ്ക്കുന്നവനും വലിയ പുള്ളികളാണ്. വളരുമാറാക്കുന്ന ക്രിസ്തു ഏറ്റവും ചെറിയവനുമായി മാറി. ആ ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ഗോളം അധപ്പതിച്ചിരിക്കുകയാണ്. ഒരു മടങ്ങിവരവ് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക്, പഥ്യവചനത്തിലേക്ക്, പഥ്യോപദേശത്തിലേക്ക്, അപ്പോസ്തല ഉപദേശത്തിലേക്ക് സഭകൾ മടങ്ങി വരിക. ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കലുകൾ നിർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാം വാക്യം വായിക്കാം. ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തു പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. അവിടെ നിൽക്കട്ടെ. മഷി എന്ന് പറഞ്ഞത് കൽപ്പലകയിൽ എഴുതിയെന്നുള്ള അർത്ഥത്തിൽ അത് പറയുന്നത്. എന്നാൽ ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. അതെവിടെ എഴുതിയിരിക്കുന്നേ? ഈ പൗലോസിൻ്റെ പഠിപ്പിക്കൽ ഇനിയെങ്കിലും പാസ്റ്റർമാരും പെന്തക്കോസ്ത് വിശ്വാസികളൊന്ന് പഠിച്ചെടുക്കണമേ എന്ന് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുക. കാല് പിടിച്ച്. ഇന്ന് കാല് വാറില്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സാധു ഉപദേശിച്ച് നിങ്ങളുടെ കാല് പിടിക്കുക. എന്തിനാ? ഈ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് സഭയെ പഠിപ്പിക്കാൻ. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിച്ച്, അവസാനത്തെ 2 വാക്യം. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യം. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ് സകല സഹോദരന്മാരെയും. അപ്പം ലേഖനം വായിച്ച് കേൾപ്പിക്കണം സകല സഹോദരന്മാരെയും, സകല പാസ്റ്റർമാരെയും, സകല വിശ്വാസികളെയും. അത് പൗലോസ് പറയുന്നത് വിശുദ്ധ ചുംബനം ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഈ വാക്യം എടുത്ത് വായിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. സങ്കീർത്തനം വായിച്ചിട്ട് മേശ നടത്തി വിശുദ്ധ ചുംബനത്തിന് വേണ്ടി പുതിയ നിയമത്തിലെ തെസ്സലോനിക്ക ലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിക്കും. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. 109-ാം സങ്കീർത്തനം വായിച്ച് പഠിപ്പിച്ചിട്ട് വിശുദ്ധ ചുംബനം ചെയ്യാൻ എന്ത് ഗുണം അതുകൊണ്ട്? 109-ാം സങ്കീർത്തനം ഒന്ന് വായിച്ച് പഠിച്ചേ. 109 ഇഷ്ടം പോലെ സങ്കീർത്തനങ്ങളുണ്ട്, ശാപസങ്കീർത്തനങ്ങളുണ്ട് ഇഷ്ടം പോലെ. സങ്കീർത്തനം ന്യായപ്രമാണ കാലഘട്ടത്താണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് വാദിച്ചു നിൽക്കുന്ന സമയത്താണ് ആ സങ്കീർത്തന രചനകൾ. അതുകൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത്. ആ കാലഘട്ടത്തിൽ അത് ശരിയാണ് താനും. എന്നാൽ പുതിയ നിയമം തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ എന്നുള്ള വചനത്തിൻ്റെ വ്യവസ്ഥപ്രകാരം നമുക്ക് ആ പ്രബോധനങ്ങൾ നിഷിദ്ധമാണ് എന്ന് പഠിക്കണം. ആരുണ്ട് ഇതൊക്കെ പഠിക്കാൻ? ഇതെങ്കിലും കേട്ട് പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ ഓർത്ത്. നിങ്ങളുടെ മൊബൈലിൽ ഈ വചനം വരുന്നുണ്ട്, പലർക്കും ഇട്ട് കൊടുക്കാൻ. ന്യായപ്രമാണം പ്രസംഗിച്ച് നടക്കുന്നവർക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, നിരത്തി ഇട്ട് കൊടുക്കുക. അവരിത് കേൾക്കട്ടെ. അതെ, കേട്ടിട്ട് എന്നോട് കുസ്തി പിടിച്ചിട്ടൊന്നും ഒരു ഗുണവുമില്ല. നിങ്ങൾ കർത്താവിൻ്റെ സെല്ലിൽ സറണ്ടർ ചെയ്യുക, അല്ലാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ നിങ്ങളും നശിച്ചു പോകും, നിങ്ങളുടെ ജനവും നശിച്ചു പോകും, പ്രസ്ഥാനങ്ങളെല്ലാം നശിച്ചു. ഇപ്പം തന്നെ ഓൾറെഡി നശിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസിൻ്റെ ടീച്ചിങ്ങിൽ നമ്മൾ പഠിച്ചു വരുന്നത് അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി. ഹൃദയമെന്ന മാംസപ്പലകയിലാണ് ഈ പ്രമാണം എഴുതിയത്. വായിക്കാം. എബ്രായലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എബ്രായലേഖനം 8, 9, 10 വാക്യങ്ങൾ ഈ പുതിയ നിയമം പഠിക്കുമ്പോൾ നിങ്ങളത് വായിച്ച് പഠിച്ചോണം. യാതൊരു വിഘ്നവും വരുത്തരുത് അതിന്. എബ്രായലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. അവിടെ തൊട്ട് വായിച്ചാൽ മതി. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന
നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം മതി, അത്രയും മതി. മനസ്സിലായോ? ആ വാക്യത്തിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതും ജീർണിച്ചു പോകുന്നതും എല്ലാം നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. അത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി മാറ്റുന്ന വിഷയമാണ്. പഴയ പ്രമാണം മാറ്റി പുതിയൊരു പ്രമാണം തരുന്നു. ഇനി 10-ാം അധ്യായത്തിൻ്റെ 15 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷി നിൽക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമില്ല ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പുതിയൊരു നിയമം ചെയ്യുന്നു, ന്യൂ കവനന്റ്. ദൈവമക്കളെ, ഈ സത്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ.